ഇല്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. കൂട്ടുകാരെ, സമയം നട്ടുച്ചയോട് അടുത്തിട്ടുണ്ട്. മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്നുമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യരൂപം അടുത്തേക്ക് വരുന്നത് പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു നോക്കി. അതെ, ഒരാൾ വരുന്നുണ്ട്. അതാരാണെന്ന് അറിയാമോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിദ്ദീഖ് തങ്ങളുടെ മനസ്സിൽ സന്തോഷവും ആശങ്കയും ഒന്നിച്ചു വന്നു. വരുന്നത് മുത്തുനബിയല്ലേ എന്ന സന്തോഷവും, എന്തായിരിക്കും പതിവ് നേരത്തിലല്ലാത്തത് എന്ന ആശങ്കയും. മുത്തുനബി അടുത്തെത്തി സലാം പറഞ്ഞു. അബൂബക്കറെ, മക്ക വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുത്തുനബി പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ മൗനിയായി നിന്നു. നിങ്ങൾ എന്റെ കൂടെ പോരുന്നു? വേറെ ആരുമില്ല. സിദ്ദീഖ് തങ്ങളുടെ കണ്ണ് വിടർന്നു. നിറഞ്ഞ സന്തോഷം, ആനന്ദം. ഇത് കണ്ടുനിന്ന മഹദി അസ്മാ ബീവി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ കൂട്ടരെ? എന്റെ ഉപ്പ ഇത്രയധികം സന്തോഷിച്ച വേറെ ഒരു ദിനം എനിക്ക് അറിയില്ല എന്നാണ്. എത്ര കഷ്ടം നിറഞ്ഞ യാത്രയാണെങ്കിലും മുത്തുനബിയുടെ കൂടെയല്ലേ എന്ന ചിന്ത. എന്തൊരു ഭാഗ്യമാണ് കൂട്ടുകാരെ. മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും യാത്ര തുടങ്ങി. ശത്രുക്കൾ നമ്മുടെ നബിയുടെ തലയിൽ തേടി ഇറങ്ങിയിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത ഭയം. ഒരു സ്ഥലത്ത് അഭയം തേടണം. അപ്പോഴാണ് കൂട്ടുകാരെ അവർ വലിയ ഒരു പർവ്വതം കാണുന്നത്. അത് കയറാമെന്ന് ധാരണയിലായി. സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത ആദി. എന്റെ നബി ക്ഷീണിച്ചിരിക്കുന്നു. ഇനി അവിടുന്ന് നടന്നാൽ കൂടുതൽ പ്രയാസമാകും. 53 വയസ്സുള്ള മുത്തുനബിയെ സിദ്ദീഖ് തങ്ങൾ 2 കൈകളിലും വേണ്ടി തിരുശരീരം തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു. ഉയർന്നു നിൽക്കുന്ന ആ മല കയറി തുറങ്ങി. 50 വയസ്സുള്ള സിദ്ദീഖ് തങ്ങൾക്ക് ഒരു പ്രയാസവും അനുഭവപ്പെട്ടില്ല. ഓരോ പാറയും കവച്ചു വെച്ച് മുകളിലെ കൊച്ചു ഗുഹയിലെത്തും വരെ ആവേശമായി